ഡോക്ടർ മാളവിക, താങ്കൾ പലതവണ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അത് എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രമോദ് പുഴങ്കരയിലേക്ക് പോകും. ഞാൻ പറയാൻ ശ്രമിച്ചതാണ്. ബ്രാഹ്മണനും ബ്രാഹ്മണവാദവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളൊരു ബേസിക് കാര്യം രാഹുൽ ഈശ്വർ അത് അറിയാത്തത് കൊണ്ടൊന്നും ആയിരിക്കില്ല ഇങ്ങനെ ചർച്ച വഴിതെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. ബ്രാഹ്മണവാദം എന്ന് പറയുന്ന ജീർണിച്ച മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള വാദങ്ങളെ ഇന്നും സമൂഹത്തിൽ പെർപെട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനോടാണ് നമ്മൾ എതിർക്കുന്നത്. അത് എക്സ്ട്രീംലി റിഗ്രസീവ് ഒരു സ്റ്റാൻഡ് എന്ന് മാത്രമല്ല, അത് ഇവിടെ എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യത്തിനും, അത് സ്ത്രീ സ്വാതന്ത്ര്യം മാത്രമല്ല, ദളിത് സ്വാതന്ത്ര്യത്തിനും ഇന്ത്യയുടെ പുരോഗമനത്തിനും എല്ലാം എന്തൊരു ബാരിയർ ആയിട്ട് നിൽക്കുന്ന ഒരു തടയായിട്ട് നിൽക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രാഹ്മണവാദവും മനുവാദത്തിൽ നിന്ന് സ്റ്റെം ചെയ്യുന്നതാണ്, അതിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് ഈ വാദങ്ങളെന്ന് രാഹുൽ ഈശ്വരെ പോലെയുള്ള മറ്റുള്ളവരും മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള വാദങ്ങൾ ഒരു മെയിൻ സ്ട്രീം ടെലിവിഷനിൽ വന്ന് വീണ്ടും ഇത് തന്നെയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ ദിവസങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ലീഗൽ ഗാഗ് ഓർഡർ ഇദ്ദേഹത്തിന്റെ മുകളിൽ വലിയ ആവശ്യമായിട്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം ചെയ്യുന്നത് കുറെ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളെ സൃഷ്ടിക്കുക എന്നുള്ള വലിയൊരു സോഷ്യൽ ക്രൈമാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനവധി പഠനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതായത് ഇപ്പം നമുക്ക് പറഞ്ഞു തീർത്തോട്ടെ. അനവധി പഠനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ റേപ്പ് ജസ്റ്റിഫൈ ചെയ്യുന്നവര്, സെക്ഷലി ചാർജ്ഡ് ആയിട്ടുള്ള റിമാർക്സ് ജസ്റ്റിഫൈ ചെയ്യുന്നവര് അവസാനം അത് കൾമിനേറ്റ് ചെയ്ത് ചെന്ന് നിൽക്കുന്നത് റേപ്പിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതീവ ജാഗരൂകരായിട്ട് നിൽക്കേണ്ട ഒരു സമൂഹം എന്ന നിലയിൽ അതീവ ജാഗരൂകരായിട്ട് നിൽക്കേണ്ടത്. നേരത്തെ ഇവിടെ ഇദ്ദേഹം ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കുക. സിദ്ദിഖിന്റെ കേസിൽ വിധി വന്നിട്ടില്ല, വിജയബാബുവിന്റെ കേസിൽ വിധി വന്നിട്ടില്ല, ദിലീപിന്റെ കേസിൽ വിധി വന്നിട്ടില്ല. എന്നിട്ട് ഇവർക്കെല്ലാം അങ്ങ് ഒറ്റയടിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ അലജ്ഡ് പീഡകരെന്ന് എന്ന് അലിഗേഷൻ വന്നിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഒരേ ചരടിക്കെട്ടിൽ അവരെ എല്ലാം തന്നെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള, അതുകൊണ്ട് തന്നെ എന്ന് നമ്മൾ സംശയിക്കുന്ന മാത്രമല്ല, അത് തെളിയിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം ഇത്രയും ദിവസമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ ഒരു കൺസേൺ ഈ സമൂഹമുണ്ട്, ചെയ്യും. ആ ഒരു വാദത്തിനെതിരെയാണ് നമ്മൾ കുറെ കൂടെ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. അതായത് ഒരു കാര്യത്തിൽ അഭിനന്ദിക്കുന്നു, സിദ്ദിഖും ദിലീപും ഒക്കെ മോശക്കാരാണ് എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയാൻ വന്നിട്ട് പകുതി വെച്ച് നിർത്തി മാറ്റി അലിഗേഷൻ ആണ്, ആരോപിതരാണ് എന്ന് മാഡം പറയുന്നത് എന്റെ ക്രെഡിറ്റ് ആയിട്ട് ഞാൻ അവരൊക്കെ ഇപ്പോൾ കുറ്റവിമുക്തരാക്കപ്പെട്ടു എന്ന തരത്തിലാണല്ലോ താങ്കൾ സംസാരിക്കുന്നത്. അവർ എന്താണ് കോടതി പറയാനുള്ളത് എന്നുള്ളത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ശരി, ഞാൻ പറഞ്ഞു. അതിന് പെട്ടെന്ന് കാര്യം പറഞ്ഞോട്ടെ, പെട്ടെന്ന് ഒരു ഒറ്റ വരിയിൽ പറയാം. നിവിൻ പോളിക്കെതിരെ എടുത്ത കേസ് കള്ളക്കേസാണെന്ന് പോലീസ്, പത്രക്കാരൻ നിവിൻ പോളിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത കുറ്റക്കാരനാണെന്ന് നമ്മൾ പറഞ്ഞോ? അങ്ങനെ എവിടെയെങ്കിലും ഒരു ചർച്ച താങ്കൾ കേട്ടോ? ഒരു പരാതി കൊടുത്തുവെങ്കിൽ അത് വാർത്തയായി നമ്മൾ നൽകിയിട്ടുണ്ട്. രാഹുൽ ഈശ്വർ, താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി കൊടുത്തു എന്ന് പറയുന്നു, അതിനുശേഷം അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ടപ്പോൾ അതും കൃത്യമായി തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ നിവിൻ പോളിക്കെതിരെ നമ്മൾ എന്താണ് പറഞ്ഞത്? കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ചർച്ച നടത്തിയോ? ഇത് കോടതി തീരുമാനിക്കട്ടെ. ഇപ്പോൾ താങ്കൾ പറയുന്ന ആളുകളുടെ പേരുകൾ, താങ്കൾ നേരത്തെ കുറച്ച് ആളുകളുടെ പേരുകൾ പറഞ്ഞല്ലോ. ഞാൻ പറയുന്ന കേൾക്കൂ. താങ്കൾ നേരത്തെ കുറച്ച് ആളുകളുടെ പേരുകൾ പറഞ്ഞല്ലോ. അവരുടെയൊക്കെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞതും എടുത്തുകൊണ്ട് പോയല്ലോ എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? എന്റെ ചോദ്യം വളരെ ഷാർപ്പാണ്. എന്റെ ചോദ്യം വളരെ പ്രിസൈസ് ആൻഡ് ഷാർപ്പാണ്. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാന്ന് പോലീസ് പറഞ്ഞു. ആ പെൺകുട്ടിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തോ? ഉമ്മൻചാണ്ടി സാറിനെതിരെ സരിത കൊടുത്തത് കള്ളപ്പരാതിയാന്ന് തെളിഞ്ഞു. സരിതയ്ക്കെതിരെ ആക്ഷൻ ഉണ്ടായോ? ഈ നാട്ടിലെ മുഖ്യമന്ത്രിയായ ആണിന് പോലും നീതി കിട്ടുന്നില്ല. ഈ സാധാരണ ആണുങ്ങൾക്ക് എങ്ങനെ നീതി കിട്ടും? മുഖ്യമന്ത്രിയായ ഏറ്റവും വലിയ ജനകീയനായ ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത സ്ത്രീക്കെതിരെ പോലും ആക്ഷൻ എടുക്കാൻ കഴിയാത്ത ഒരു നിയമസമൂഹമാണ് നിൽക്കുന്നത്. നിവിൻ പോളിക്കെതിരെയുള്ള പരാതി കള്ളമാണെന്ന് പറഞ്ഞു. ആ സ്ത്രീക്കെതിരെ കേസുണ്ടോ? ഞങ്ങൾ ആണുങ്ങൾ എന്താ ആർക്കും കൊട്ടാന്ന് ചെണ്ടയാണോ? ഇവിടുത്തെ ആണുങ്ങൾക്ക് ഒരു റൈറ്റും ഇല്ലേ? ഈ നാട്ടിൽ ആണുങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് വീട്ടിൽ അമ്മയും വരുന്നില്ലേ? ശരി, ഏതായാലും ഈ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഇത്ര ആർജവത്തോടെ വരുന്നു എന്ന് കാണുന്നതിൽ നമുക്കൊക്കെ സന്തോഷമുണ്ട്. വീണ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുൻപ് അഡ്വക്കേറ്റ് പ്രമോദ്, എന്താണ്? അല്ല, ആദ്യം വിഷയത്തിലേക്ക് കടക്കുന്നതിന് ഒറ്റ കാര്യം പറയാം.
ഒരു ചർച്ചയിൽ അതിൻ്റെ ജനാധിപത്യപരമായ മര്യാദകൾ പാലിക്കാതെ ബഹളം കൂട്ടുന്നവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർച്ചയായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് ബാക്കി ചർച്ചയിൽ ഇതേ ടാക്റ്റിക്കൊക്കെ പല രീതിയിൽ നമ്മൾ ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത് ചെയ്യാതിരിക്കുന്നത് ഒരു ഡെമോക്രാറ്റിക് ഡീസൻസി കൊണ്ടാണ്. അതുകൊണ്ട് ബഹളം കൂട്ടുന്നവർ എപ്പോഴും ഈ ഇങ്ങനെ ചർച്ചയുടെ സമയം എടുക്കുകയും ബാക്കിയുള്ളവരിങ്ങനെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് അതല്ല അതിൻ്റെ ശരി എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചർച്ച അങ്ങനെയാണ് പോകേണ്ടത്. ഒരു ജസ്റ്റിഫൈബിൾ പ്രൊപ്പോർഷൻ of time should be allowed to everybody in the discussion. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിലെ ഇപ്പോൾ ഈ കുറേ കണ്ടംപററി ഈ കാര്യങ്ങളല്ല പറഞ്ഞതിലേക്ക് കടക്കുകയില്ല. ആദ്യം ഇവിടെ പറഞ്ഞല്ലോ ഈ ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഡീസൻസി ആൻഡ് മൊറാലിറ്റി കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നതാണ്, അത് നമ്മൾ ആദ്യം പറഞ്ഞു. രണ്ടാമത് ഇപ്പോൾ ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് നിരന്തരമായി ഞങ്ങളിങ്ങനെ റൈറ്റ് കൺസർവേറ്റീവുകൾക്ക് ജീവിക്കേണ്ട, ആണുങ്ങൾക്ക് ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് ആരും നിങ്ങളെ പിടിച്ചു തിന്നാനൊന്നും വരുന്നില്ല. ആളുകൾ വസ്ത്രം കുറച്ച് ധരിക്കുന്നവരും കൂടുതൽ ധരിക്കുന്നവരും എന്ന മട്ടിൽ നിങ്ങളുടെ ഒന്നും ഒരു റൈറ്റിൻ്റെ മുകളിലുമല്ല അവരൊന്നും വസ്ത്രം ധരിക്കുന്നത്, നിങ്ങൾക്ക് അവരുടെ മുകളിലുമില്ല. ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ നിരവധിയായിട്ട് കാണാം. ഈ മാറിടം മറയ്ക്കുന്ന പരിപാടിയോടുള്ള എതിർപ്പ് സത്യത്തിൽ ഈ സദാചാരവാദികൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആളുകൾക്കായിരുന്നു. നമ്മൾ നോക്കിയാൽ അറിയാം, ഈ CV കുഞ്ഞിരാമൻ്റെ ഭാര്യ, CV കുഞ്ഞിരാമനെ നിങ്ങൾക്കറിയാം എന്നുള്ള മട്ടിലാണ് ഞാൻ ഈ പറയുന്നത്. കേൾക്കുന്നവർക്കും ഈ ഇവിടുത്തെ റൈറ്റ് കൺസർവേറ്റീവിനും ഒക്കെ അറിയാമല്ലോ. CV കുഞ്ഞിരാമൻ്റെ ഭാര്യ പറയുന്നുണ്ട് അവർക്കൊരു ബ്ലൗസ് ധരിക്കണമെങ്കിൽ അവരുടെ CV കുഞ്ഞിരാമൻ്റെ അമ്മ പറയുന്നത്, നീ ഇപ്പോൾ ബ്ലൗസൊക്കെ ധരിച്ചിട്ടാണോ വരുന്നത്, ഊരി വെക്ക് ബ്ലൗസ്, ഇതുപോലുള്ള വൃത്തികെട്ട ബ്ലൗസും ധരിച്ചിട്ട് ഞങ്ങളുടെ മാനം കെടുത്തുകയാണോ എന്നുള്ള മട്ടിലാണ് CV കുഞ്ഞിരാമൻ്റെ ഭാര്യയോട് CV കുഞ്ഞിരാമൻ്റെ അമ്മ പറയുന്നത്. എന്നിട്ട് ഇവർ വളരെ ലജ്ജയോടുകൂടി ഈ ബ്ലൗസ് ധരിക്കുന്നത് അവരുടെ ഭർത്താവിന് വേണ്ടി രാത്രിയിലാണ് ബ്ലൗസ് ധരിച്ച് അവർ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് മാറിടം മറയ്ക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു മോശപ്പെട്ട പ്രവൃത്തിയായിട്ട്, സദാചാര വിരുദ്ധ പ്രവൃത്തിയായിട്ട് കരുതുന്ന ഒരു സ്ഥലത്താണ് നമ്മളുണ്ടായിരുന്നത്. ബ്രാഹ്മണന്മാർക്ക് മുമ്പിൽ നായർ സ്ത്രീകൾക്ക് മാറിടം മറയ്ക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ നാട്ടിൽ. റോബിൻ ജെഫ്രിയുടെയൊക്കെ നിരവധി, ജെഫ്രി മാത്രമല്ല ഈ കേരളത്തിൻ്റെ ചരിത്രവും ഇവിടുത്തെ സഞ്ചാരികൾ എഴുതിയ ചരിത്രവും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ മാറിടം മറയ്ക്കുക എന്നുള്ളൊരു പരിപാടി, ബ്രാഹ്മണന്മാർക്ക് മുമ്പിൽ മാറിടം മറയ്ക്കുക എന്നുള്ളൊരു പരിപാടി വളരെ ആക്ഷേപാർഹമായ ഒന്നായിട്ടാണ് സ്ത്രീകൾ അങ്ങനെ ചെയ്താൽ കണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ റൈറ്റ് കൺസർവേറ്റീവ് ബ്രാഹ്മണാണെന്ന് പറയുന്ന ഇവിടുത്തെ അദ്ദേഹം പോലും പറയുന്നത് എന്തുകൊണ്ട് മാറിടം മറയ്ക്കുന്നില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. ചരിത്രത്തിൽ ഇങ്ങനെ സമ്മർസോൾട്ട് അടിച്ച് തിരിച്ചു വരുന്ന സദാചാരവാദികൾക്ക് വേണ്ടി തങ്ങളുടെ ശരീരം എങ്ങനെയാണ് കാഴ്ചവെക്കേണ്ടത്, തങ്ങൾക്ക് എങ്ങനെയാണ് പ്രദർശിപ്പിക്കേണ്ടത് എന്നുള്ള ചരിത്ര ഭാരത്തിൽ നിന്നും സ്ത്രീകൾ മുക്തി നേടുന്ന ഒരു പരിപാടിയെക്കുറിച്ചാണ് നമ്മൾ ജനാധിപത്യമെന്നും ജെൻഡർ ഇക്വാലിറ്റി, ലിംഗനീതി എന്നുമൊക്കെ പറയുന്നത്. അതങ്ങനെ വെറുതെ കിട്ടിയതല്ല, സമരം ചെയ്ത് കിട്ടിയതാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും, ചരിത്രത്തിൽ എല്ലായിടത്തും അങ്ങനെയാണ്. 1920കളിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന അതോറിറ്റീസ് നടത്തിയിരുന്ന ഒരു പരിപാടിയുടെ പേരാണ് ബീച്ച് പോലീസ്. ഈ ബീച്ച് പോലീസ് എന്താണെന്ന് ചെയ്തിരുന്നത്, അമേരിക്കയിലെ ബീച്ചിൽ വന്നിരുന്ന സ്ത്രീകൾക്ക് അവരുടെ ബിക്കിനി പോലുള്ള വസ്ത്രങ്ങളുടെ അളവെടുക്കുകയാണ്. ഇത്ര അളവിൽ കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്നായിരുന്നു. ഇതൊക്കെ മാറിപ്പോയത് നിരവധി സമരങ്ങൾ ചെയ്തിട്ടാണ്. അങ്ങനെയുള്ള ഒരു കാലത്തിൻ്റെ പിന്നിലേക്ക് നടന്നു പോവുകയും ചരിത്രത്തിൽ പുറകിലേക്ക് നടക്കുകയും ചെയ്യണമെന്ന് ഇവിടെ വന്നിരുന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് സ്ത്രീകൾ പറയുന്നത്. പിന്നെ ഇവിടെ പുരുഷന്മാരുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു. പുരുഷന്മാരുടെ അവകാശങ്ങളെ സ്ത്രീകളുടെ വസ്ത്രധാരണം ഒരു തരത്തിലും ഹനിക്കുന്നില്ല. പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും അവകാശം ഈ രാജ്യത്ത് ഇല്ലതാനും. എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശം തന്നെയാണ് അവർക്കുള്ളത്. എന്നാൽ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് അവകാശമുണ്ടോ? സ്ത്രീകൾക്ക് പ്രത്യേകമായ ചില പരിരക്ഷ ഈ സമൂഹം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മുടെ ഭരണഘടനയടക്കം, എന്തുകൊണ്ടാണ് നമ്മളുടെ ഭരണഘടന കോടതികളടക്കം നിയമങ്ങളടക്കം കൊണ്ടുവരുന്നത്? ദളിതരാകട്ടെ, സ്ത്രീകളാകട്ടെ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളാവട്ടെ, അവർക്ക് പ്രത്യേക പരിരക്ഷ കൊടുക്കേണ്ടി വരുന്നത് അവരെ ചൂഷണം ചെയ്യുന്ന, അവരെ രണ്ടാം കിട മനുഷ്യരാക്കി മാത്രം കാണുന്ന, മനുഷ്യർ പോലുമല്ലാത്ത രീതിയിൽ കാണുന്ന ഒരു സാമൂഹ്യ സംവിധാനത്തിൻ്റെ, രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അടിയിൽപ്പെട്ട് നൂറ്റാണ്ടുകളായി കഴിഞ്ഞ മനുഷ്യരാണ് അവർ എന്നുള്ളത് കൊണ്ട് അവരുടെ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് നിയമപരമായ പരിരക്ഷ പോലും കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിൽ, അവരെ അപഹസിക്കുന്ന രീതിയിൽ, അവരുടെ സാമൂഹ്യ നിലയെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അടക്കം വരുന്നുമ്പോൾ അതിനെ തടയുന്നതിനാണ് ഈ രാജ്യത്ത് നിയമങ്ങളുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോ പുതിയ ശിക്ഷാ നിയമം അനുസരിച്ച്